നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ UDFന്റെ വിജയം വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി നേടിയതാണെന്ന വിമർശനം LDFും പൊളിറ്റിക്കൽ ഇസ്ലാമാണ് UDFനെ ജയിപ്പിച്ചതെന്ന് BJPയും ആരോപിക്കുന്നത് ഒന്ന് തന്നെയാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവർ പരസ്യമായി പിന്തുണച്ചപ്പോഴും ക്യാമ്പയിൻ ചെയ്ത് ലഘുലേഖ വിതരണം ചെയ്തപ്പോഴും പിന്തുണ വേണ്ടെന്ന് UDF പറഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ നിരസിച്ച UDF ഇത്തവണ സ്ഥാനാർത്ഥിയെ അതേ പിന്തുണയ്ക്കായി അയക്കുകയും ചെയ്തു. എന്നാൽ ന്യൂനപക്ഷ വർഗീയത വോട്ടാക്കി മാറ്റിയെന്ന് CPMന് എങ്ങനെ ആത്മാർത്ഥമായി വിമർശിക്കാനാകും? SDPIയുമായി ഇപ്പോഴും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കൂട്ടുകൂടി ഭരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയുമായി മുൻപ് കൂട്ടുകെട്ടുണ്ടാക്കിയതും ഒരിക്കലുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൊണ്ട് മറയ്ക്കാനാവില്ല. പാലക്കാട്ടെ UDFന്റെ വിജയം വർഗീയ ശക്തികളുടെ തണലിലോ പൊളിറ്റിക്കൽ ഇസ്ലാം കാർഡ് ഇറക്കിയോ? UDF പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ BJP വക്താവ് ശ്രീ ഷോൺ ജോർജ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. UDF പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് വർഗീയ കാർഡ് ഇറക്കിയാണെന്നാണ് CPMന്റെ വിമർശനം. BJP ആകട്ടെ BJPയെ തോൽപ്പിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം ആണെന്നും പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതായത് SDPIയുടെ തണലിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ തണലിൽ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതെന്നാണ്. അതും ഒരു ഘടകം തന്നെയാണല്ലോ. കാരണം ഇവരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്. അത് വേണ്ട എന്ന് UDF പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ വിമർശിക്കുമ്പോഴും ഇതിൽ ഈ LDFന്റെ വിമർശനത്തിൽ ആത്മാർത്ഥത നമുക്ക് പറയാൻ പറ്റും? അല്ല, വർഗീയ കാർഡ് ഇറക്കുന്നല്ലോ ചോദിച്ചെന്ന്. വർഗീയ കാർഡ് ഇറക്കിയിട്ട് വർഗീയ കാർഡ് എന്നാ പറയാൻ എന്താണ്? രാഹുൽ ഇപ്പൊ പറയുന്നത് വെച്ചാൽ വർഗീയ കാർഡ് ഉദ്ദേശിച്ചത് മുസ്ലിം വർഗീയത ആയിരിക്കല്ലോ ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെ ഹിന്ദു വർഗീയത ആകാൻ ഒരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള പേരുള്ള പത്തനംതിട്ടക്കാരൻ നായരെ വിജയിപ്പിക്കേണ്ട എന്താവശ്യമാണ് ഇവർക്കുള്ളത്, ഈ മുസ്ലിം വർഗീയവാദികൾക്കുള്ളത്? അതങ്ങനെയല്ലത്. പക്ഷെ അതേസമയം തന്നെ BJP പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളെ തോൽപ്പിച്ചതിന് പിന്നിൽ എന്താണ് ഈ പറയുന്ന ധ്രുവീകരണമുണ്ട്. അത് ശരിയാണ്. അതെന്ന് വെച്ചാൽ BJPക്കെതിരെയുള്ള അതിശക്തമായ ധ്രുവീകരണം മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ഇപ്പം മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഷോണ് ചിലപ്പോൾ അത് യോജിക്കണമെന്നില്ല. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് കൃത്യമായിട്ട് പറയാം. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ കൃത്യമായിട്ടുണ്ട്. അത് വർഗീയതൻ്റെ പുറത്തൊന്നല്ല. അത് കേരളത്തിൽ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള BJP എന്ന വർഗീയ പാർട്ടിയാണെന്നും BJP കേരളത്തിലും കൂടെ അധികാരത്തിൽ വന്ന മുസ്ലിങ്ങളെ മൊത്തം അറബിക്കടലിൽ മുക്കിക്കളയോ എന്നുള്ള ഒരു നെറേറ്റീവ് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ചേർന്ന് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ പേടി മുസ്ലിങ്ങൾക്കുണ്ട്. രണ്ട്, ഈ പറയുന്നതിൻ്റെ RSS, ഞാൻ പറയാം, RSS ബേസിക്കലി അവരുടെ ഉദ്ദേശം മുസ്ലിം വിരോധമൊന്നും അല്ല. അവർ ഈ മുസ്ലിം വിരോധമൊക്കെ പറയുന്നത് ഈ ഹിന്ദുക്കളെ പരസ്പരം യോജിപ്പിക്കാൻ വേറെ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഒരു ശത്രുവിനെ കാണിച്ചു കൊടുക്കണം. എങ്കിലാണ് തൽക്കാലം ഈ പല ജാതിയായി കിടക്കുന്ന ഈ സമുദായത്തെ കൂട്ടി നിർത്താൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇപ്പം BJPയുടെ RSSന്റെ ഉയർന്ന നേതാക്കൾ പലപ്പോഴും പുലർത്തുന്ന ഒരു ശരിയായ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ഒരു ഹിന്ദുവിനെ പറ്റി, ഇന്ത്യൻ ദേശീയതയെ പറ്റിയുള്ള അവബോധമുണ്ട്. സാംസ്കാരിക ദേശീയത എന്നൊക്കെ പറയുന്നത് അത് താഴെ തട്ടിൽ വേണ്ട വിധത്തിൽ പോയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മുസ്ലിമിനെ കാണുമ്പോൾ ചുടിയുന്ന ഹിന്ദുത്വ മുഖങ്ങളും അതുപോലെ തന്നെ RSSകാരെയും പല സമയങ്ങളിൽ ഹിന്ദു പേര് കേൾക്കുമ്പോൾ ചുളിയുന്ന ഇസ്ലാമിസ്റ്റുകളെയും സലഫിസ്റ്റുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലുള്ളത് കൊണ്ട്, അവിടെ BJP ജയിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒരു ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട്. അത് വർഗീയമല്ല, സാമുദായികമാണ്. പക്ഷെ ഇവിടെ ഈ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ സ്വീകരിക്കുന്നത് വഴി പൊളിറ്റിക്കൽ ഇസ്ലാമിന് ചുവടുറപ്പിക്കുന്നതിനുള്ള ഒരു പഴുതുണ്ടാക്കി കൊടുക്കുന്നു എന്നാണല്ലോ LDFന്റെ വിമർശനം എന്ന് പറയുന്നത്. അതാണ്, അത് UDF ചെയ്യരുതായിരുന്നു. അത് വളരെ അപകടകരമായ കളിയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ്. ആ പിന്തുണ എന്തുകൊണ്ട് വേണ്ട എന്ന് UDF പറഞ്ഞില്ല എന്നാണ് LDFന്റെ ചോദ്യം വരുന്നത്. അത് ഇപ്പോൾ ആത്മാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ SDPയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് LDF. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി പക്ഷേ പ്രസംഗത്തിൽ പറഞ്ഞത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇതിനു മുൻപ് ഒരിക്കലും ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. പക്ഷേ ചരിത്രം ചികഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം തന്നെ എടുത്താൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ UDF 2024 ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ ഓർമ്മ ഉള്ള കാര്യമാണല്ലോ.
അന്ന് SDP പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്തവണ ആ പിന്തുണ വേണ്ട എന്ന് UDF പറയാതിരുന്നത്? അതുകൊണ്ടാണല്ലോ ഇത്തരമുള്ള വിമർശനങ്ങളും ഉയരുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞതിനും പ്രത്യേകിച്ച് കാര്യമല്ല എന്ന് അവർക്ക് മനസ്സിലായിട്ട്. അത് UDF സംബന്ധിച്ച് UDF ഇത്തരം ശക്തികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വളരെ മുമ്പേ അവർക്കൊരു പ്രോബ്ലം ഉള്ള ഒരു കാര്യമായി തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഇന്ത്യയിൽ വിഭജനം നടക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പം ചിലർ ഇറങ്ങിയ പോലെ പണ്ടൊരു ജിന്ന് ഇറങ്ങിയത്. അങ്ങനെ കോരണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി പാകിസ്ഥാനിൽ ബാക്കിയുള്ളവരെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. അപ്പോൾ ഇന്ത്യയിൽ പെട്ടുപോയ മുസ്ലിങ്ങൾ ആ സമയത്ത് അതിശക്തമായ ഒരു വംശഹത്യയുടെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ വംശഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവിക ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വംശഹത്യ ചെയ്യപ്പെടുന്ന ഫീൽ ഉണ്ടായിരുന്നു. വംശഹത്യ എവിടെയും നടന്നിട്ടുണ്ട്, അവിടെയും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പാകിസ്ഥാനിൽ നടന്ന പോലെയുള്ള എന്താ പറയുക, ഒരു സമഗ്രമായ വംശഹത്യ ഇന്ത്യയിൽ നടന്നിട്ടില്ല. അപ്പം മുസ്ലിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പേടി പലപ്പോഴും ഈ വർഗീയ സംഘടനകൾക്ക് ഇതിൻ്റെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ട് നിൽക്കാൻ പല ഘട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട്. അത് നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നെഹ്റുവൊക്കെ അതിനെതിരായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടുന്നത് ചത്ത കുതിര എന്ന് പറയുന്നു. പിന്നെ നെഹ്റു തന്നെ മാറ്റി പറയുന്നു ചത്ത കുതിരയല്ല, അത് ദേശീയവാദികളായ ഒരു കൂട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കോമഡി അതിലുണ്ട്. ഏതായാലും ആ കാലം തൊട്ടേ ഈ പറയുന്ന പോലെ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ എല്ലാതരം മുസ്ലിം ശക്തികളെയും കൂടെ നിർത്തിക്കൊണ്ട് ഇലക്ഷനെ നേരിടുക എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകാരികളാണ് എന്ന് പറയുന്നവരാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ ഇവിടെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ ആ ന്യൂനപക്ഷ വർഗീയതയെ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു പുണരാൻ. അല്ല, അതങ്ങനെ തന്നെ ഇത് പറയാൻ വലിയ സുഖമാണ്. പക്ഷെ കേരളത്തിൽ ഈ മുസ്ലിം വർഗീയവാദികളെയും നിങ്ങൾ ഈ പറയുന്ന പോലെ മുണ്ടിട്ട് പോയിട്ട് ലോക്കലി RSSകാരുടെയും വോട്ട് മേടിക്കാത്ത എത്ര ആളുകളുണ്ട്? നിങ്ങൾ ചോദിച്ചു, ഇങ്ങനെ രഹസ്യമായി പറഞ്ഞാൽ ഇവർ പറഞ്ഞുതരും. അത് ഈ രണ്ട് മുന്നണികളും മേടിച്ചിട്ടുണ്ട്. ആ കോൺഗ്രസ് അക്കാര്യത്തിൽ കുറച്ചുകൂടി ഓപ്പണാണ്. CPM ഇപ്പോഴും അത് തുറന്ന് പറയാൻ ചെറിയ ഒരു മടിയുണ്ട്, ഒരു വിഷമം ഉണ്ടായ ഒരു കാര്യത്തിൽ. കാരണം ആ പാർട്ടി നിന്നു പോകുന്നത് EMSന്റെ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് തുറന്ന് പറയാൻ ജാള്യത ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം പല ഘട്ടങ്ങളിലും ഇപ്പോൾ നമ്മളത് ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യം ഇന്നലെ തന്നെ മീഡിയയിലൊക്കെ വന്നു. ഓരോ ഘട്ടത്തിലും ഇവരുമായി ചർച്ച ചെയ്ത് ഇവരിങ്ങോട്ട് പിന്തുണ കൊടുത്തത്, കോടിയേരി തന്നെ ഇങ്ങോട്ട് പിന്തുണ എന്നാൽ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ കോടിയേരിയുടെ ഭാഗത്തു നിന്ന് പ്രസ്ഥാനം വന്നതും ഇതൊക്കെ നമ്മൾ മുമ്പേ കണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ ഇലക്ടറൽ പൊളിറ്റിക്സിൽ ഇവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വോട്ടുണ്ടോ, നിങ്ങൾക്കൊരു വിലയുണ്ട്. അതായത് സംഘടിതമായ വോട്ടുണ്ടോ. അപ്പോൾ നമ്മളെയൊക്കെ പോലെ സംഘടിതമായ വോട്ടില്ലാതെ അപ്പോൾ 10 വോട്ട് നമ്മൾ ചേർത്തി കൊടുക്കും എന്ന് അല്ലെ കൃത്യമായി ചെയ്തു കൊടുക്കും എന്ന് പറയാൻ ശേഷിയില്ലാത്ത ആളുകളാണ് ഞാനൊക്കെ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ നിങ്ങൾ ഈ ചാനലൊക്കെ വരുമ്പോൾ വലിയ ഗ്ലാമ വലിയ ഒന്നും സംഭവമല്ല, പട്ടീൻ്റെ വിലയാണ് ജനാധിപത്യത്തിൽ. പക്ഷേ ഈ വർഗീയവാദികൾക്ക് അങ്ങനെയല്ല. അവർക്ക് നല്ല വോട്ടുണ്ട്. ആ വോട്ട് ചില ആളുകൾ പരസ്യമായി അവരോട് പോയി മേടിക്കും, ചില ആൾ രഹസ്യമായിട്ട് മേടിക്കും. പിന്നെ ഇവരാരും ഭാര്യമാരായിട്ട് അംഗീകരിക്കില്ല. ഈ ചുറ്റിക്കളി പോലെയാണ് കൊണ്ടുനടക്കുക. വേണമെങ്കിൽ തള്ളിക്കളയും, പക്ഷെ ഭാര്യയാണെങ്കിൽ എപ്പോഴും അംഗീകരിക്കണമല്ലോ. അതുകൊണ്ട് ചുറ്റിക്കളി പാർട്ടീസായിട്ട് നമ്മുടെ നാട്ടിലെ ഈ സോക്കോൾഡ് മതനിരപേക്ഷ കക്ഷികൾ ഈ ഹൈന്ദവ വിഭാഗത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള അവരാണല്ലോ പ്രധാനമായി ഈ രണ്ട് വിഭാഗത്തിലാണ് വർഗീയവാദികൾ നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ മതമൗലികവാദികളാണ് കൂടുതൽ. അപ്പോൾ ഈ രണ്ട് കൂട്ടരെ അവർ തലയും മുണ്ടിട്ടോ അല്ലാതെയൊക്കെ പോയി കാണാറുണ്ട്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഓരോ ഇലക്ഷൻ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പറയത്തേ ഉള്ളൂ. ശരി, ഡോക്ടർ B. ജയരാജ്, ഇപ്പോഴും നിങ്ങൾ പാലക്കാട്ടെ UDFന്റെ വിജയത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് SDPIക്കും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കുമാണ്. അത് അവരുടെ തന്നെ ബലം കൂട്ടുന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാരം. പക്ഷേ ഇത് പറയുവാനായിട്ട് LDFനും CPMനും എന്ത് അർഹതയാണുള്ളത്? ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ പുണരാറില്ല, ഞങ്ങൾക്ക് അവരുടെ വോട്ടുകളും വേണ്ട എന്ന് പറയുന്ന നിങ്ങൾ തന്നെ എത്രയോ തവണ ഇപ്പോഴും SDP-യുമായിട്ട് കൂട്ടുകൂടി പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായ കൂടിക്കാഴ്ചകളും ധാരണകളും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനധികം ചെകഞ്ഞു പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ എന്തിനാണ് UDFന്റെ വിജയത്തിന് തിളക്കം കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്? ഇപ്പോഴും പറയുകയാണ് ഓരോ നേതാക്കളും ആദ്യ കമൻ്റായിട്ട് ഇപ്പോഴും പറയുന്നത് ഈ ഒറ്റ കാര്യം മാത്രമാണ്, UDFനെ വിജയിപ്പിച്ചത് SDP ആണ്, SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും തണലിലാണ് UDF വിജയിച്ചത് എന്ന്. ഇനിയെങ്കിലും നിർത്താറായില്ലേ? ഇതിനകത്ത് കുറച്ച് നാളായിട്ട് പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, ചില പഞ്ചായത്തുകളെങ്കിലും ഭരിക്കുമെന്ന്. VD സതീശനൊക്കെ വന്നിട്ട് ഓപ്പണായിട്ട് പറയുണ്ടായി പത്തനംതിട്ടയിലെ കാര്യം. പത്തനംതിട്ടയിൽ 3 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ CPM ഭരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക സ്ഥലം, അവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കിഴുപറമ്പ്, അവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയിലെ ഈ 3 സ്വതന്ത്രന്മാരിനകത്ത് ഒരാളുടെ പേര് ഇന്ദിരാമണിയമ്മ എന്നും, രണ്ടാമത്തെ ആളുടെ പേര് K. അജിത് കുമാർ എന്നും, മൂന്നാമത്തെ സ്വതന്ത്രന്റെ പേര് ആമിന ഹൈദരാലി എന്നുമാണ്. ഹൈദരാലി എന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥി മരിച്ചു പോയപ്പോൾ ആ ഒഴിവിലാണ് ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പത്രങ്ങളുടെ മുന്നിൽ വന്നിരുന്ന്
വി ഡി സതീശൻ പറഞ്ഞ എന്തൊക്കെയാണ്? പത്തനംതിട്ടയിൽ ഇവർ SDP ആയിട്ട് ചേർന്ന് ഭരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ നേരത്തെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. SDP പിന്തുണയോടുകൂടി ഭരണത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. SDP എന്തിനാണ് ഇടതുപക്ഷത്തെ സഹായിച്ചത്? ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മുസ്ലിം ലീഗിന് ഒരു നിലവിലും മറുപടി ഉണ്ട് കൊടുക്കാൻ കേട്ടോ, വേണ്ടിയിട്ടാണ്. നിലവിലും ഉണ്ട്. താങ്കൾ ഇല്ല എന്ന് പറയേണ്ട, നിലവിൽ SDP-യുമായിട്ട് ഭരിക്കുന്നുണ്ട്. അതിൽ തന്നെ LDF ഭരണമുള്ളത് നാലിടത്ത് SDP-യും CPM-ഉം തമ്മിൽ ഭരിക്കുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ പത്തനംതിട്ടയിലെ കോട്ടാങ്കൽ പഞ്ചായത്ത്, അവിടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ SDP-യുടെ വോട്ട് CPM പോലെ മറ്റു പഞ്ചായത്തുകളുമുണ്ട്, വേറെയുമുണ്ട്. അതെ, ഞാൻ അതിന്റെ ഒരു കണക്ക് നേരത്തെ എടുത്തിരുന്നു. അല്ലല്ല, നഗരൂർ പഞ്ചായത്ത് SDP-യുടെ പിന്തുണയോടെ, ഇവിടെ തിരുവനന്തപുരത്തിനടുത്താണല്ലോ, തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണല്ലോ നഗരൂർ പഞ്ചായത്ത്. അവിടെ SDP-യുടെ പിന്തുണയോടെ LDF-ന്റെ ഭരണമാണ് നടക്കുന്നത്. അങ്ങനെയുണ്ട്, ഇനിയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ SDP-യെ കൂടെ കൂട്ടുവാൻ LDF-ന് മടിയില്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാനുള്ളത്, എവിടെയെല്ലാം റാഡിക്കൽ ഇസ്ലാമുമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ഇടതുപക്ഷങ്ങൾ അല്ലെങ്കിൽ വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂട്ടുകൂടിയിട്ടുണ്ടോ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നശിപ്പിച്ച ചരിത്രമാണ് ലോകം മുഴുവനുള്ളത്. അത് ഇറാന്റെ റാഡിക്കൽ ഇസ്ലാം എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യുന്നത് ഹൊമൈനിയുടെ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഒരു പത്രത്തിനകത്ത് വന്ന വാർത്തയാണ്. ഈ കുത്തബിസം ആണെങ്കിലും സലഫി ജിഹാദിസം ആണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാം എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ സംഘപരിവാറിന്റെ കക്ഷികളൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ചില പ്രതിഭാസങ്ങളാണ് വേൾഡ് വൈഡ് ആയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ എന്തു പറഞ്ഞാലും പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് എപ്പോഴും CPM-കാരെ കളിയാക്കാറുണ്ട്, അല്ലെ ഇടതുപക്ഷക്കാരെ കളിയാക്കാറുണ്ട്. അതുപോലെ ആഗോള സാഹചര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി കൃത്യമായി പോളിറ്റ് ബ്യൂറോ കൂടി അതിന്റെ പൊളിറ്റിക്കൽ അവലോകനം നടത്തുന്ന ഒരു പാർട്ടി ഒരിക്കലും പ്രാദേശികമായ ഒരു നീക്കുപോക്കിനോ അല്ലെങ്കിൽ ഒരു ലോക്കൽ നീക്കുപോക്കിനോ SDP പോലുള്ള സംഘടനകളുമായി ഒരിക്കലും ശ്രമിക്കില്ല. അഥവാ അങ്ങനെ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കള്ളത്തരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരും ചെയ്തതല്ലേ ഞങ്ങൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന ഒരിക്കലും ശരിയാവില്ല. UDF ഇത്തവണ ചെയ്ത എന്താണ്? UDF ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അത് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അവർ വിജയിക്കുകയും ചെയ്തു. അല്ല, ഇത്തവണ SDP-യുടെ പിന്തുണ LDF-ന് കിട്ടിയിരുന്നുവെങ്കിൽ LDF വേണ്ട എന്നൊന്നും പറയില്ലായിരുന്നു ഡോക്ടർ B. ജയരാജ്. എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ SDP-യുടെ പിന്തുണ വേണ്ട എന്ന് പറയണമെങ്കിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറയണം. വെൽഫെയർ പാർട്ടിയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന്. എന്ത് അബദ്ധമാണ് മുഖ്യമന്ത്രി പറയുന്നത്? ഇന്ന് അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിശദീകരണവും കണക്കിലെടുക്കേണ്ട, നമ്മളുടെ മുമ്പിൽ ചരിത്രം തന്നെ ഉള്ളതാണല്ലോ. ഇത് അകലെ അങ്ങോട്ട് ചികഞ്ഞു പോകേണ്ട ആവശ്യവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി എത്രയോ തവണ എത്ര തെരഞ്ഞെടുപ്പുകളിൽ, തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ധാരണയുണ്ടാക്കിയിട്ടുള്ളതാണ്. 96-ലും 2004-ലും 2006-ലും 2009-ലും 2011-ലും 2015-ലും ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ലേ? എന്നിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയുവാൻ തോന്നുന്നത് ഡോക്ടർ B. ജയരാജ്? അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് SDP-യും മതോദികളും എല്ലാം പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വിരട്ടിക്കൊണ്ടിരുന്നത്. ആ പിന്തുണ വേണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ. ഒരു വർഗീയ കക്ഷികളുടെയും പിന്തുണ ഇല്ലാതെയാണ് മത്സരിക്കുന്നതെന്ന്. അന്ന് തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ചരിത്രപരമായ ഒരു പ്രസ്താവന തന്നെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ CPM നേതാക്കളെ വന്ന് കാണുന്നതിൽ രമേശ് ചെന്നിത്തല എന്തിനാണ് ഇത്രമാത്രം വിരളി പിടിക്കുന്നത് എന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ട്. ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് UDF ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പിന്തുണയോടുകൂടി പാലക്കാട് ജയിച്ചു. ഇതിൽ എന്തിനാണ് CPM വിരളി പിടിക്കുന്നത്? BJP അങ്ങനെ പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, BJPക്ക് അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ CPM-ന്റെ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ലീഗ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. ലീഗിന്റെ അടിസ്ഥാനത്തിൽ ലീഗിന്റെ വേരുകളാണ്, അല്ലെ ലീഗിന്റെ കാൽച്ചോട്ടിൽ നിന്നാണ് ശരിക്കും മണ്ണലിച്ചു പോയിട്ട് ഈ മതോദികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ ഈ SDP-യും മറ്റു പാർട്ടികളും എല്ലാം ഉണ്ടായത്. എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. അവർക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ലീഗിനെ വരെ ഒരു പക്ഷേ ഇപ്പൊ ലീഗിനെ വരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ വരെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണെന്ന് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ എന്തൊരു പ്രചരണമാണ് നടത്തിയത്? വീട് വീടാന്തരം കയറി ഇറങ്ങി,
വർഗീയമായിട്ട് പച്ചയായ വർഗീയത പറഞ്ഞ് ഈ ഷാഫി പറമ്പലിന്റെ വിദേശത്തുള്ള പര്യടനത്തിൽ ദുബായ്, അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിൽ നടത്തിയ പര്യടനത്തിൽ പച്ചയായ വർഗീയത തന്നെ പറഞ്ഞാണെന്ന് അവിടെ നിന്നുകൊണ്ട് എന്താണ് KMCC-യുടെ യോഗങ്ങളിലെല്ലാം പച്ചയായ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ രീതി തന്നെയാണ് വടകരയിൽ അവലംബിച്ചത്, അതേ രീതി തന്നെയാണ് ഇത്തവണ പാലക്കാട് അവലംബിച്ചത്. അതിന് രാഹുൽ മാങ്കൂട്ടം അവിടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായെന്നെ മത്സരിച്ചുള്ളൂ. അതായത് ഷാഫി പറമ്പലിന്റെ പ്രതിനിധിയായിട്ടാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കുന്നത്. ആ മത്സരിച്ചിട്ട് ഇതേ വർഗീയ കാർഡെടുത്ത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില. ആ വലിയ വില എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യമാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അത് കേരളം കാണാൻ പോവാണ്, കേരളം സാക്ഷ്യപ്പെടുത്താൻ പോവാണ്. ശരി ശരി ഡോക്ടർ ബി ജയരാജ്, പക്ഷേ എനിക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ അവർ CPM-നെയും LDF-നെയും പിന്തുണയ്ക്കുമ്പോൾ അവർ ജനാധിപത്യവാദികളായി മാറുന്നു. തിരിച്ച് UDF-നെ പിന്തുണയ്ക്കുന്ന സമയത്ത് അവർ മതമൗലികവാദികളും വർഗീയ ശക്തികളുമായി മാറുന്നു. ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് എന്തിനാണ് LDF-നെ എന്നാണ്. ഞങ്ങളും സ്വീകരിക്കുകയില്ല, നിങ്ങളും സ്വീകരിക്കുകയില്ല എന്ന് പറയാമോ എന്ന് ചോദിക്കണം. പക്ഷേ ചരിത്രം നിങ്ങളെ തിരിഞ്ഞുകുത്തും, അതാണ് പ്രശ്നമുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷോൺ ജോർജ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അവിടെ BJP-യെ തോൽപ്പിച്ചതെന്നാണല്ലോ, അതാണല്ലോ BJP പറയുന്നത്. ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ അലി തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അത് ഷോൺ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫക്രുദ്ദീൻ പറഞ്ഞത് കോൺഗ്രസിന് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല, കോൺഗ്രസ് പരസ്യമായി തന്നെ ഇത്തരത്തിൽ പിന്തുണ സ്വീകരിക്കുന്നതാണ്, അതിൽ തെറ്റു പറയുവാനും പറ്റുകയില്ല എന്ന്. താങ്കളുടെ വാദം എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതി ആരാന്ന് നടത്തില്ല, അത് ആര് ഞാൻ അല്പം താമസിച്ചാണ് വന്നത്. ഡോക്ടർ ബി ജയരാജ്. ഞാന് എന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോ കേട്ടു. ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ. 2016 തെരഞ്ഞെടുപ്പ് PC ജോർജ് എന്റെ പിതാവ് പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ SDP-യുടെ പിന്തുണ, ഞങ്ങൾ SDP-യുടെ പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചാണ് ഞങ്ങൾ മത്സരിച്ചത്. ആരോടും എതിർത്ത് പറഞ്ഞില്ല, എല്ലാവരോടും ഞങ്ങൾ SDP-യുടെ പിന്തുണ മേടിച്ചാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാണ് മത്സരിച്ചത്. 2018 ആ പിന്തുണ വേണ്ട, ഇനി നിങ്ങളുമായി ഒരുമിച്ച് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഓപ്പണായിട്ട് ജനസമൂഹത്തിന് മുമ്പിൽ പത്രസമ്മേളനം വിളിച്ചാണ് ആ ബന്ധം പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, 2016 ഞാൻ ഞങ്ങളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് അവരോട് സഹകരിച്ച് പ്രവർത്തിച്ച കൂടെ കിടന്നവനെ രാപ്പനി അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവരുടെ നേതാക്കൾ, അവരുടെ സംസ്ഥാന നേതാക്കളുമായി സഹകരിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയട്ടെ, പൂഞ്ഞാർ ഒഴികെ 139 നിയോജകമണ്ഡലങ്ങളിലും SDP-യുടെ പിന്തുണ LDF-നായിരുന്നു. പിണറായി വിജയൻ ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് അന്ന് SDP 139 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തത്. ഇനി 2001 വന്നാൽ ഞാൻ കൃത്യമായി എടുത്തു, നിങ്ങളെ കണക്കൊന്ന് പരിശോധിക്കുക. SDP മത്സരിച്ചത് 41 44 സീറ്റിലാണ് SDP മത്സരിച്ചത്. SDP-ക്ക് ആളെണ്ണ 80 സീറ്റിൽ വേണമെങ്കിൽ മത്സരിപ്പിക്കാൻ ആളൊക്കെ ഉണ്ട്, ശക്തിയില്ലായിരിക്കാം. പക്ഷേ അവർ ശക്തിയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാതിരിക്കുകയും ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ മത്സരിക്കുകയും ചെയ്ത് അതാത് പ്രാദേശികമായ വോട്ടുകൾ പിടിച്ചു മാറ്റി UDF-ന് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് SDP മത്സരിച്ചത്. അങ്ങനെ 44 സ്ഥലങ്ങളിൽ SDP-യെ മത്സരിച്ചെടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലായി, അതിനകത്ത് 31 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. ഇത് പിന്തുണയില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ഒക്കെ ഒരേ സ്വരമായിരുന്നു. അവിടെ വേറെ പല കളറൊന്നുമില്ല, പല പാർട്ടിയൊന്നുമില്ല, ഒറ്റ സ്വരമുള്ളൂ. ആ സ്വരത്തിലാണല്ലോ നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർ ചെയ്ത ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഞങ്ങൾ പറയുന്നതിനെ ഏറ്റുപിടിക്കാൻ അല്ലെങ്കിൽ അതിനെ ശരിയെന്ന് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായി. എന്തുകൊണ്ടാണ് തയ്യാറായത്? അത് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അമിത ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് വർഗീയ പ്രീണനം കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും ആ നിലപാടുമായി മുമ്പോട്ട് പോകണ്ട എന്ന് CPM ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ ആദ്യത്തെ അസ്വസ്ഥതയായിരുന്നു ശ്രീ PV അൻവറിന്റെ പൊട്ടിത്തെറി. അതിനുശേഷം KT ജലീൽ പൊട്ടിത്തെറിച്ചു, അതിനുശേഷം റസാഖ് പൊട്ടിത്തെറിച്ചു. ഞാൻ പറയട്ടെ, CPM ആണെങ്കിലും
കോൺഗ്രസ് ആണെങ്കിലും SDP ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും ഇതെല്ലാം ഇന്ന് കേരളത്തിൽ ഒന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം 2021 തെരഞ്ഞെടുപ്പിൽ ഇത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന സങ്കല്പത്തെ ആദ്യം പരീക്ഷിച്ച് വിജയിപ്പിച്ചത് പൂഞ്ഞാറിലാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ SDP-യുടെ നേതൃത്വത്തിൽ ഒരു പ്രൈവറ്റ് സർവേ നടത്തി. ആ പ്രൈവറ്റ് സർവേയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അയാൾ വോട്ട് ചെയ്യണം. പൂഞ്ഞാറിൽ ആകെയുള്ള 27,000 മുസ്ലിം വോട്ടും ഒരിടത്ത് കൊടുത്തു, ഒരേ സ്ഥലത്ത്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദി. ഇത് നേരെ തിരിച്ച് ആര് പറഞ്ഞാലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ ഇത് പറഞ്ഞു, അവർക്ക് കുഴപ്പമില്ല. ഇത് BJP പറയുമ്പോൾ ഇത് വർഗീയതയായി മാറുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം മുസ്ലിം സഹോദരങ്ങളാണ്. എൻ്റെ ഡ്രൈവർ മുസ്ലിം സഹോദരനാണ്. ഞാൻ താമസിക്കുന്ന ഈരാറ്റുപേട്ടയിലാണ്. ഞാൻ എല്ലാ ദിവസവും കണ്ടു വളരുന്നവരെയാണ്. ഇവരെ എല്ലാം ഹൈജാക്ക് ചെയ്യുന്ന, അതായത് ഇവിടെ BJP ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭീതി ജനിപ്പിക്കുക. അതാ അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതാണ് BJP ജയിക്കാൻ പോകുന്നു, BJP ജയിച്ചാൽ ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു. ആ വലിയ ഭീതി ജനിപ്പിക്കുകയും ആ ഭീതിയിലൂടെ ഇസ്ലാം വോട്ടുകളെ കൺസോൾട്ടേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇത് ഒരു പ്രതിഭാസമാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞോളട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വാർത്ത, കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, വടകരയിൽ നിന്നും സുരേഷ് ഗോപിയെ നേരിടുവാൻ മുരളീധരൻ തൃശ്ശൂരേക്ക്. എല്ലാവരും പ്രഥമ ദൃഷ്ടിയ എല്ലാവരും നോക്കിയപ്പോൾ അതൊരു വലിയ സർജിക്കൽ സ്ട്രൈക്കാണ്. മുരളീധരനെ പോലെ പ്രഗത്ഭനായ കരുണാകരന്റെ മകനെ തൃശ്ശൂരേക്ക് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ വടകരക്കാരി വരുന്നു ഷാഫി പറമ്പിൽ. പക്ഷേ യഥാർത്ഥത്തിൽ എന്തായിരുന്നു നടന്നത്? ഷാഫിയെ വടകരയിൽ സ്ഥാപിക്കാൻ വേണ്ടി മുരളീധരനെ ഒഴിവാക്കിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് അവിടെ നടന്നത്. അങ്ങനെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വന്ന മുരളീധരൻ 2ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്ത് പോയി. ഷാഫി വടകരയിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ പറയട്ടെ, ഒരു പക്ഷേ ഷാഫി പോലും അറിയാതെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ മാറുകയാണ്. അവിടെ ഷാഫിയുടെ നോമിനിക്കാണ് പാലക്കാട് വോട്ട് കിട്ടിയത്. ഞാനൊരു കാര്യം പറയട്ടെ, BJPക്ക് ഭയങ്കര തിരിച്ചടി ഉണ്ടായി എന്നൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഞാൻ ഇതിനെ അനുഗ്രഹമായി കാണുകയാണ്. കാരണം ഈ കണക്ക് കേരള ജനതയെ ബോധ്യപ്പെടുത്തേണ്ട വലിയ കടമ ഞങ്ങൾക്കുണ്ട്. ഈ പ്രവണത ജനാധിപത്യത്തിനപ്പുറത്ത് ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെ ഏത് വിധേന അധികാരം പിടിക്കുവാനായി UDF അല്ലെ LDF നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉപയോഗിച്ച് നടത്തുന്ന ശ്രമങ്ങളെ BJP പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു ന്യൂനപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ സമീപനങ്ങളെ അടുത്ത 1.5 വർഷക്കാലത്തിന് മുമ്പിൽ ഞങ്ങള് ഷോൺ ജോർജ് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJPയെ തോൽപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് പാലക്കാട് എന്ന് SDP-യും വെൽഫെയർ പാർട്ടിയും ചോദിക്കുകയാണ്. അത് UDF-നല്ലാതെ ആർക്കാണ്? കാരണം UDF-ഉം BJP-യും തമ്മിലാണ് അവിടെ മത്സരം വരുന്നത്. UDF-ഉം കോൺഗ്രസും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആരുടെയും പിന്തുണ തേടി അവരുടെ മുറ്റത്തേക്ക് പോയിട്ടില്ല, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകി, അതായത് ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കും എന്നതായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ രാഷ്ട്രീയ നയം. അതുകൊണ്ട് ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം, അത് ആരുടെ പിന്തുണയാണെന്ന് ഞങ്ങൾ നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും UDF-ന്റെ നേതാക്കൾ ഇത് തന്നെയാണ് വ്യക്തമാക്കിയത്. അങ്ങനെ വന്നതിനെ ഇത് വർഗീയ ശക്തികളുടെ വോട്ടാണോ, അവർ എന്തിനാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്, അങ്ങനെ ഒരു മഷിയിട്ട് നോക്കൽ ഞങ്ങൾ നടത്തിയിട്ടില്ലേ എന്നാണ് പറഞ്ഞത്. BJPയെ തോൽപ്പിക്കുകയായിരുന്നു അജണ്ട എന്ന്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഏതു നിലപാടും സ്വീകരിക്കുന്നവർക്ക് വിരോധമില്ല. അത് അവർക്ക് സ്വീകരിക്കാം. രാഷ്ട്രീയ പാർട്ടിയാണ്. മുഖ്യ ശത്രു എന്ന നിലയിൽ BJPയെ ശത്രുതയിൽ കാണുന്നതിന് വിരോധമില്ല. പക്ഷേ കൂടെ കൂട്ടുന്നവര്, അവരുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന, ആ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ പരമാധികാരത്തെയും ഒരു രാജ്യമെന്ന നിലയിൽ ഈ ഭാരതത്തെയും സ്നേഹിക്കുന്ന സംഘടനകളെ ആയിരിക്കണം കൂടെ കൂട്ടുന്നത്. ആ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇവിടെ പാകിസ്ഥാനെ സ്നേഹിക്കുകയും പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുകയും ഇവിടെ ഗാസയിൽ ഉൾപ്പെടെ പാലസ്തീനിൽ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ കേരളത്തിൽ വിർച്വൽ മീറ്റിംഗ് വഴി കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും അവിടെ ഹിസ്ബുള്ളയുടെ നേതാവ് അവിടെ മരിക്കുമ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കാരം ചെയ്യുന്ന ആളുകളെ അല്ല കോൺഗ്രസ് കൂടെ കൂട്ടേണ്ടത്. കോൺഗ്രസ് ആളെ കൂടെ കൂട്ടാം, BJPയെ തോൽപ്പിക്കാൻ ആരെയും കൂടെ കൂട്ടാം. പക്ഷേ കൂടെ കൂട്ടുന്നവര് ആ സംസ്കാരം, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്, ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത വിഘടനവാദികളെ കൂടെ കൂട്ടിയാൽ അതിനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് തന്നെ BJP പറയും. അതിനൊരു സംശയമില്ല. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി വിജയന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ അപകടം എന്താണെന്ന്.
അയാള് അത് തിരുത്തി പറയാൻ CPM-ഉം പിണറായി വിജയനും ഒരു യൂട്ടേൺ എടുത്തു. രഹസ്യ കച്ചവടങ്ങളുണ്ട്, എന്നാൽ പോലും ഒരു യൂട്ടേൺ എടുത്തു. പക്ഷേ കോൺഗ്രസിന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൂടെ കിടന്നവൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ്, ഇതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഈ രാജ്യത്തെ സ്നേഹിക്കാത്തവരുടെ സഹായം നിങ്ങൾ മേടിച്ചാൽ, ഈ രാജ്യത്തിന് വിഘടനവാദം നടത്തുന്നവരുടെ സഹായം നിങ്ങൾ മേടിച്ചാൽ, ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും. ശരി, ശ്രീ എൻ ശ്രീകുമാർ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾ നിർബന്ധിതരായി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിലേക്ക് നിങ്ങൾക്ക് പിന്നീട് മാറേണ്ടിയും വന്നത്. SDP-യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. SDP-യുടെ നേതാക്കൾ ഇപ്പോൾ പറയുകയാണ്, അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി തന്നെയാണ് ഞങ്ങൾ ആ പിന്തുണ നൽകിയതെന്ന്. അതായത് ഒരു രഹസ്യ ചർച്ച അവിടെ നടത്തിയെന്ന്. കാരണം SDP-ക്ക് ഇത് വെളിയിൽ പറയേണ്ടത് അത്യാവശ്യമാണ്. കോൺഗ്രസ്സുകാർ പിന്തുണ തേടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നുവെന്ന്. ശരി, 2024 നിങ്ങൾ പിന്തുണ വേണ്ടെന്ന് വെച്ചു. വിവാദമായതുകൊണ്ട് മാത്രം കോൺഗ്രസിൽ തന്നെ അതിനെതിരെ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത്തവണ പക്ഷേ നിങ്ങൾ ഒരു പ്രശ്നവുമില്ല, ആരും വോട്ട് ചെയ്യട്ടെ എന്ന് വന്നു. പക്ഷേ മതമൗലികവാദികൾക്ക് ഇടം കൊടുക്കുന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനം ഉയർന്നിരിക്കുകയാണ്. അത് BJP-യിൽ നിന്ന് മാത്രമല്ല, LDF-ഉം അതേ കാര്യം പറയുകയാണ്. LDF പറയുന്നു പോട്ടെ, കാരണം നേരത്തെ CPM ഈ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ നിലവിൽ CPM ഈ നിലപാടിലാണ്, അവർക്ക് വേണ്ട ഈ പിന്തുണ. പക്ഷെ നിങ്ങൾക്ക് വേണം. അങ്ങനെയാണ് രാഹുലിന് ജയിക്കുവാനും കഴിഞ്ഞത്. നോക്കൂ മഞ്ജുഷേ, നമ്മള് ഈ ചില മതസംഘടനകളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ വോട്ട് സ്വീകരിക്കുന്നത് പല ഘട്ടത്തിലും അത് CPM ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അജണ്ടയുണ്ട്. അതായത് ഇപ്പൊ അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. അതായത് ഇപ്പൊ പുരോഗമന കലാസാഹിത്യ സംഘമോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സാംസ്കാരിക വിഭാഗമോ ഒക്കെ അവർ അതിനുവേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതായത് അവർക്ക് പിന്തുണ കൊടുക്കുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാനും, ഈ സംഘടനകൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസ് വർഗീയവാദികൾ എന്ന് ചിത്രീകരിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. കോൺഗ്രസ്, അതാണ് AK ആന്റണി പറഞ്ഞത്, കോൺഗ്രസ്സുകാർക്ക് എന്താ അമ്പലത്തിൽ പോയി കുറി തൊട്ടുകൂടിയെന്ന്. കോൺഗ്രസ്സുകാർ കുറി തൊട്ടാൽ മൃദു ഹിന്ദുത്വം എന്ന് ആക്ഷേപിച്ചു CPM. അതിന് AK ആന്റണി വ്യക്തമായ മറുപടി കൊടുത്ത് രണ്ട് വർഷം മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ്സുകാർക്ക് എന്താ കുറി തൊടാൻ പാടില്ലേ, കോൺഗ്രസ്സുകാർക്ക് എന്താ രാഖി കെട്ടാൻ പാടില്ലേ, കോൺഗ്രസ്സുകാർക്ക് എന്താ കാവ്യം കൊണ്ടെടുക്കാൻ പാടില്ലേ. അപ്പൊ ആദ്യം ഇത് പറഞ്ഞപ്പോ അതങ്ങ് നിന്നു. പിന്നെ ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ ഒരു പുതിയ ഭാഷ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം അവരെ ജനത്തിന് വിശ്വാസമില്ലാതായി, മുസ്ലിം പ്രസ്ഥാനങ്ങൾക്കും CPM-ന് വിശ്വാസമില്ലാതായി. PT കുഞ്ഞുമുഹമ്മദ് ചലച്ചിത്ര സംവിധായകൻ, അദ്ദേഹം 1994 തോന്നുന്നു ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് JSS ഉണ്ടായ കാലമാണ്. നമ്മുടെ അബ്ദുൾ സമദ് സമദാനിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് PT കുഞ്ഞുമുഹമ്മദിനെ. 2500 വോട്ടിന് ജയിച്ചു. മത്തായി ചാക്കോ മരിച്ചപ്പോ തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പ് വന്നു. അന്ന് ജോർജ് M. തോമസ് ആണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM-ന് കിട്ടി. ഏതാണ്ട് 200-300 വോട്ടിനൊരു കഷ്ടിച്ച് ജയിച്ചു. പിന്നെ അതിനുശേഷം ഈ നമ്മുടെ 2009 അവര് LDF-നെ പിന്താങ്ങി. 2011 അവർ LDF-നെ പിന്താങ്ങി. 130 അല്ലെ 120 അസംബ്ലി മണ്ഡലങ്ങളിൽ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചത് ഗംഭീരമായിട്ട് അന്ന് മാധ്യമ പത്രം റിപ്പോർട്ട് ചെയ്തത് എന്റെ ഓർമ്മയിലുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, 2009 18 ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു. ഈ 18 CPM-ന് പിന്തുണ കിട്ടിയത് ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. അതൊക്കെ എല്ലാം പത്രത്തിൽ കിടപ്പാണ്. ഇനി CPM എന്താ ചെയ്തത്? 1994 കൃത്യമായിട്ട് ഞാൻ ഡേറ്റ് പറയാം, 94 ഏപ്രിൽ 22 അന്ന് CPM-ന്റെ മുഖപത്രത്തിന്റെ ഹെഡിങ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്നായിരുന്നു. എന്താണ് ശ്രദ്ധേയമായ 2 തീരുമാനം അറിയാമോ? 1 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടുന്നു, 2 കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പിന്തുണ കിട്ടുന്നു. ഇത് മുഖപ്രസംഗമാണ് ദേശാഭിമാനിയുടെ. കൃത്യമായിട്ട് പറഞ്ഞാല് 1996 ഏപ്രിൽ 22 ഞാനത് കുറിച്ചു വെച്ചിട്ടുണ്ട്. എടുത്ത പത്രം എടുത്ത് നോക്ക്. അപ്പൊ അതാണ് CPM. ആ CPM-നെ ഈ മുസ്ലിം പാർട്ടികൾക്ക് വിശ്വാസമില്ലാതായപ്പോൾ അവരെന്ത് ചെയ്തു? മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് ആണ് ഒന്നുകൂടി മെച്ചമെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ കോൺഗ്രസിനെ പിന്താങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്ന, എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു ചെറിയ വാചകമുണ്ട് EMS-ന്റെ, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? PDP-യുമായിട്ട് കൂട്ടുകൂടിയപ്പോ ഇവരെന്താ പറഞ്ഞിരുന്നത്? ഇത്തവണ PDP പിന്തുണച്ചില്ലേ പാലക്കാട്ടെ CPM-നെ? ആരും ചർച്ച ചെയ്തില്ലല്ലോ, ഒരാൾ അറിഞ്ഞില്ല.
പക്ഷേ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടാമെന്ന് പറയുമ്പോൾ ഈ ചെകുത്താൻ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നും കൂടി നോക്കുമല്ലോ. അതാണ് ഷോൺ ഇവിടെ സൂചിപ്പിച്ചത്, കൂടെ കിടക്കുന്നയാൾക്കേ രാപ്പനി അറിയുകയുള്ളൂ എന്ന്. കാരണം SDPയുമായിട്ട് കൂടെ കൂടിയിട്ടുള്ള ആളാണ് ഷോൺ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വാചകം അങ്ങ് ഒഴിവാക്കണം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുകയാണെന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയണം. അതല്ലല്ലോ നിലപാട്, മതേതര കാഴ്ചപ്പാടാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ എങ്ങനെ SDPയുമായിട്ട് ഒത്തുപോകുവാൻ കോൺഗ്രസിന് കഴിയും? വെൽഫെയർ പാർട്ടിയുമായി ഒത്തുപോകാൻ കോൺഗ്രസിന് കഴിയും? അപ്പോൾ ഏത് ആളെയും കൂടെ കൂട്ടാം എന്നുള്ള പൊതു നിലപാടാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2024 എങ്ങനെയാണ് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിയത്? അവിടെ എന്തായിരുന്നു രാഷ്ട്രീയ സാഹചര്യം അപ്പോൾ? അതായത് അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവമുണ്ട്. അതായത് കോൺഗ്രസിന് വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ SDPIയോ ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചാൽ അവർ അതിനെതിരെ വ്യാപകമായ ഒരു പ്രചരണത്തിലുള്ള കോപ്പ് കൂട്ടുന്ന ഒരു സംവിധാനം അവർക്കുണ്ട്. അതില് സാധാരണ രീതിയിൽ കോൺഗ്രസ് അതിൽ ഭയക്കും. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിന്റെ മതേതര സ്വഭാവം എപ്പോഴും ഉണ്ട്. ഇന്ന് ഭരണഘടനാ ദിനമാണല്ലോ. മതേതരത്വം സെക്യുലറിസം എന്ന് എഴുതി വെച്ച് ഇന്ദിരാഗാന്ധി ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ ചിന്ത കോൺഗ്രസ് ഉള്ളതുകൊണ്ട് ഈ CPMന്റെ നുണ, അതാണ് പ്രശ്നം. നുണ ഒരു ആയുധമാക്കുന്ന പ്രസ്ഥാനമായി CPM മാറിയെന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഈ എന്നും പോകണ്ട, പാലക്കാട്ട് തന്നെ നോക്കൂ. പാലക്കാട്ട് CPMന്റെ മന്ത്രി MP രാജേഷും അതുപോലെയുള്ള മറ്റു നേതാക്കളും സരിനെ കുറിച്ചും സന്ദീപ് വാര്യരെ കുറിച്ചും പറഞ്ഞാൽ പ്രസ്താവന മാത്രം എടുക്കുക, പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന കാര്യമാണ്. എന്തൊക്കെ ഒരു മാറ്റി പറഞ്ഞു. അപ്പൊ ജനങ്ങൾ എന്താണ് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ശരിയെന്ന് ഞങ്ങൾ പറയുന്നത് ജനം വിശ്വസിച്ചോളുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനമായി CPM മാറി. അതുകൊണ്ട് എന്താണ്, ജനങ്ങൾക്ക് CPMനെ വിശ്വാസമില്ല, മുസ്ലിം പാർട്ടികൾക്ക് CPMനെ വിശ്വാസമില്ല. ഒരു കാര്യം ഞാൻ പറയാം, മുസ്ലിം ലീഗിനെ കുറിച്ച് ഇടക്കാലത്ത് എന്താ ഇവര് പറഞ്ഞത്? വർഗീയ പാർട്ടി. സമസ്തയെ കുറിച്ച് ഇവര് പിണറായി വിജയൻ ഒരു വിഭാഗത്തെ സമസ്തയെ കൂട്ടുകൂടി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് ഒരു വിഭാഗത്തെ മാത്രം വിളിച്ച് മീറ്റിംഗ് നടത്തി. അവസാനം സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയമില്ലെന്ന് പറയേണ്ടി വന്നില്ലേ? അപ്പൊ അവിടെ ആ മുസ്ലിം രാഷ്ട്രീയം ഏതാ? മുസ്ലിം ലീഗിനെ അവർ വർഗീയ പാർട്ടിയെ ഇടക്കാലത്ത് അവർ ആക്ഷേപിച്ചു. പക്ഷെ അപ്പോഴും ഇന്ത്യൻ നാഷണൽ ലീഗ് അവരുടെ കൂട്ടത്തിലുണ്ട്. അത് മിണ്ടുന്നില്ല, അതവർ മിണ്ടുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പൊ ഇനി അതൊക്കെ പോട്ടെ. SDPയെ വർഗീയ പാർട്ടിയായിട്ട് കരുതുന്നുണ്ടോ കോൺഗ്രസും UDFും, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയെയും? അല്ല, ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ എങ്ങനെയാ പറയാ, SDPI ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും അത് മുസ്ലിം പ്രസ്ഥാനത്തോട് ഒത്തുനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായതുകൊണ്ട് കാലാകാലങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അതാത് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ടാണ്. മുസ്ലിം ലീഗിനെയും SDPയെയും വെൽഫെയർ പാർട്ടിയെയും ഒരേ രീതിയിൽ തന്നെ കോൺഗ്രസിന് കാണാൻ കഴിയുമോ ഇല്ലയോ? അത് പറ്റില്ലല്ലോ. മുസ്ലിം ലീഗ് എന്തായാലും നിങ്ങളുടെ ഘടകകക്ഷിയാണ് UDFിലെ. അല്ലല്ല, അങ്ങനെ കാണുന്നേ ഇല്ല. മുസ്ലിം ലീഗ്, അതായത് മുസ്ലിം ലീഗിനെതിരെയല്ലേ ഗുരുവായൂരിലെ CPM ജമാഅത്ത് പിന്തുണ കൊടുത്തത്? അതല്ലേ ഉദാഹരണം. അപ്പോൾ വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം പാലക്കാട്ടെ സാഹചര്യത്തിൽ SDPയെയും വെൽഫെയർ പാർട്ടിയെയും കൂടെ കൂട്ടണം, എന്നാലേ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം സാധ്യമാവുകയുള്ളൂ. ആ ഒരു അജണ്ട വെച്ചുകൊണ്ട് ഇത് പക്ഷേ മതേതരത്വത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ ഈ നിലപാട്. മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണമാണ് ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ട്, അതിനൊപ്പം തന്നെ SDPയും വെൽഫെയർ പാർട്ടിയും വേണം. ആ ഒരു നിലപാട് സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. അത് തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. അല്ലല്ല മഞ്ജുഷ, അങ്ങനല്ല. അതായത് SDPയുടെ പിന്തുണ വേണ്ട എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പറഞ്ഞാൽ അത് അസംബ്ലി ഇലക്ഷന് മാറുമോ? തിരുത്തി പറഞ്ഞോ കോൺഗ്രസ്? കോൺഗ്രസിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ. അത് 6 മാസം മുമ്പ് പറഞ്ഞു. അത് 6 മാസം കഴിഞ്ഞാൽ തിരിച്ചു പറയണോ? അതല്ലെങ്കിൽ ആവർത്തിച്ച് പറയണോ? വേണം. ഓരോ തെരഞ്ഞെടുപ്പും ഓരോ അന്തരീക്ഷത്തിലും ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിലുമാണ് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞേ തീരൂ. പലതവണ ആവർത്തിച്ച് ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് ആരുടെയും പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്നതായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിലെ നയം. അത് മാത്രമല്ല, രാഹുൽ ബാങ്കൂട്ടത്തിൽ പോയത് വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലേക്കാണ്. SDPI നേതാക്കളുമായിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി SDPI നേതാക്കൾ പ്രചാരണത്തിൽ ഇറങ്ങുന്നു, ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞോ UDF? ഇല്ലല്ലോ. അല്ല മഞ്ജുഷെ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. അതായത് കോൺഗ്രസിന്റെ തീരുമാനം 6 മാസം മുമ്പ് SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പില് SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് കോൺഗ്രസ് പറയാത്തിടത്തോളം കാലം ആ തീരുമാനം അവിടെ നിൽക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ CPMന്റെ നിങ്ങൾ അതിൽ ഊന്നൽ കൊടുക്കൂ. CPMന്റെ ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റിയാൻ തോന്നുന്നതോ ചേർത്തല, എനിക്ക് വലിയ ഓർമ്മയില്ല, അരുക്കുറ്റിയാണ് സംശയമുണ്ട്. അവിടെ പഞ്ചായത്ത് ഇപ്പൊ മാറിയത് എനിക്ക് അറിയില്ല, അതുകൊണ്ട് തെറ്റാണെങ്കിൽ തിരുത്തണം.
അവിടെ അന്ന് വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായിട്ട് പിന്തുണ ചേർന്ന ഒരു പാർട്ടിയാണ് CPM. 2015 16 തദ്ദേശ തെരഞ്ഞെടുപ്പില്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് CPM ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, CPM-നെ അവർ SDPയോ PDPയോ പിന്താങ്ങിയാൽ അവർ മിണ്ടില്ല. ഞാനതാ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ടുപേരും UDF-ഉം LDF-ഉം ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നവർ തന്നെയാണ്. വെളിയിൽ പറയും ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എതിരാണെന്ന്, പക്ഷെ അവരോടൊപ്പം കൂടും. ഇപ്പോൾ മലപ്പുറത്ത് തന്നെ കീഴുപറമ്പ് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയിലെ 2 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ 3 അംഗങ്ങളുള്ള വെൽഫെയർ പാർട്ടി കീഴ്പറമ്പ് തെറ്റാണ് മഞ്ജുഷേ. അല്ല, UDF ആണ് ഭരിക്കുന്നത്. UDF എന്നാണ് ഞാൻ പറഞ്ഞത്. കൂട്ടിലങ്ങാടിയിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെയാണ്. കോഴിക്കോട് കാരശ്ശേരിയിൽ ഇരു മുന്നണികൾക്കും തുല്യ സീറ്റുണ്ട്. അവിടെ വെൽഫെയർ പാർട്ടി അംഗത്തിന്റെ ബലത്തിലാണ് UDF ഭരിക്കുന്നത്. LDF-ന്റെ കാര്യം ഞാൻ നേരത്തെ വായിച്ചിരുന്നു. LDF SDP-യുടെ പിന്തുണയിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളെ കുറിച്ചും നഗരസഭയെ കുറിച്ചും. അപ്പോൾ ഇതിപ്പോ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഇത് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ, രണ്ടുപേരും പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കുക തന്നെ ചെയ്യും. പിന്നെ ഷോൺ പറഞ്ഞതിനുള്ള താങ്കളുടെ മറുപടി എങ്ങനെയാണ്? പൊളിറ്റിക്കൽ ഇസ്ലാം വേരുറപ്പിക്കുകയാണ്, അപകടകരമായ ഒരു സ്ഥിതിയിലാണ് UDF ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പിന്തുണ സ്വീകരിച്ചത് എന്ന്. പൊളിറ്റിക്കൽ ഇസ്ലാം വേരുറപ്പിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ അല്ലാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, ഉദാഹരണം എന്നെയൊക്കെ പോലുള്ള ആളുകൾ. നമ്മളൊക്കെ ഈ പറയുന്ന സോക്കോൾഡ് സെക്കുലർ പാർട്ടികളിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണല്ലോ. അപ്പം ഈ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ആയിരുന്നു മുമ്പ് ഈ സമുദായത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. കാരണം കൃത്യമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളിലാണ് പിന്നെ അവർക്കൊരു രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നില്ല. അതൊരു തരത്തിലുള്ള യൂറോപ്പിലേക്കുള്ള ഒരു ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടിയെ പോലെ മതപരമായ കാര്യങ്ങൾ കൺസർവേറ്റീവ്, സാമൂഹികമായിട്ടും പൊളിറ്റിക്കലായിട്ടും വളരെ പ്രോഗ്രസീവായി പോയിക്കൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്സാണ് മുന്നോട്ട്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ വളരെ കൃത്യമായി മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും CPM പഴയ ജനറേഷൻ, ഞാൻ പറയും പുതിയതായിട്ട് വരുന്ന മുസ്ലിം സഖാക്കളുടെ ഇടയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനമുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ മാധ്യമം പത്രമൊക്കെ തുടങ്ങുന്നതിന് വലിയ ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നൊക്കെ അന്വേഷിക്കുന്നതൊക്കെ നന്നായിരിക്കും. അത് പാകിസ്ഥാൻ നല്ല വന്നത്, സൗദി അറേബ്യ എന്നും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നത്. അത് എവിടുന്ന് ആര് വഴി ചാനലൈസ് ചെയ്തത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അപ്പം മാധ്യമം അതിനുശേഷം മീഡിയ വൺ വന്നു. ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞത് ചെറിയൊരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. പക്ഷേ ചെറിയ വിഭാഗമാണെങ്കിലും അവർക്ക് ഉഗ്രശേഷിയാണ്. ആറ്റം ബോംബിനെ കൊണ്ട് പറഞ്ഞതിൻ്റെ ഇല്ല. കാരണം മുസ്ലിംസിനൊരു ഐഡിയോളജിക്കലായിട്ടൊരു ഓറിയൻറ്റേഷൻ ഇല്ല. ഈ ഓറിയൻറ്റേഷൻ കൊടുത്ത ഇവരാണ്. അപ്പോൾ RSSനെ ശത്രുവായി ഇവർ ഐഡൻറ്റിഫൈ ചെയ്തു. RSS തിരിച്ചും ആ രീതിയിൽ ചെയ്തു. കലാപങ്ങൾ നടക്കുന്നു. മുസ്ലിങ്ങളെ സംരക്ഷിക്കാം, മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മുസ്ലിം പോളിസി ഉണ്ടായി വരേണ്ട ആവശ്യകത. ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? ഇപ്പോൾ ഷിയായും സുന്നികളും കൂടി എന്തിനാണ് പരസ്പരം അടി കൂടുന്നതെന്ന് ഇവർ പറയുന്നില്ല. മുസ്ലിം നമ്മളെല്ലായിടത്തും പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അജണ്ട ഇവരങ്ങോട്ട് ഇറക്കി വിടുന്നു. ആ സമയത്താണ് കേരളത്തിലെ ഈ പറഞ്ഞ വലിയ തോതിൽ മുസ്ലിംസിനിടെ എഡ്യൂക്കേഷൻ വിപ്ലവം ഉണ്ടാകുന്നത്. ഗൾഫ് പണം പണ്ടൊക്കെ വിദ്യാലയങ്ങൾ അയക്കാൻ കാശുണ്ടായിരുന്നില്ല, മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ ഗൾഫിലെ വെറുതെ കഷ്ടപ്പെട്ട് വന്നോട് പൈസ ഉണ്ടാക്കി മക്കളൊക്കെ സ്കൂളിലൊക്കെ അയച്ചു. വിദ്യാഭ്യാസം ആവശ്യകത മനസ്സിലായി. മദ്രസകളുടെ മുമ്പത്തെ സുന്നി മദ്രസ വെറുതെ ഖുർആൻ ഹദീസും കാണാപ്പാടം അർത്ഥം ചെയ്ത് പഠിപ്പിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഖുർആൻ ഹദീസും പഠിപ്പിക്കും, പ്ലസ് അത് പ്രോബ്ലമാറ്റൈസ് ചെയ്ത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്ലാമിനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, ആരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നൊക്കെ രീതിയിൽ പഠിപ്പിക്കുക. അങ്ങനെ പതുക്കെ പർദ്ദ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു. മുസ്ലിംസിനെ ഹോമോജനൈസ് ചെയ്യുന്നു. ഇവിടെയുള്ള മാപ്പിള കൾച്ചറിന് ഇല്ലാതാക്കുന്നു. ഇതിനൊക്കെ എതിർക്കുന്ന സുന്നികളെ ഇടയിൽ പോലും ഇവരാണ് അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നതെന്നാക്കി. അപ്പോൾ നിങ്ങൾ സുന്നികൾ പറയുന്ന അഭിപ്രായം നിങ്ങൾ എടുത്തു നോക്കൂ. അത് കാലാകാലമായിട്ട് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ അഭിപ്രായങ്ങൾ ഇവർ ഇങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ മുമ്പില്ലാത്ത വിധം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം, എസ്പെഷ്യലി വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എൻ്റെ ജനറേഷൻ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള പിള്ളേരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ അപ്പുറത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വരികയും ഇപ്പുറത്തെ ഒരു ഹിന്ദുത്വം വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമും ഹിന്ദുത്വം തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വം ഇന്ത്യക്കെതിരല്ല എന്നുള്ളതാണ്, പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യക്കെതിരാണ് എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് BJP ആണ്. അതായത് BJP വളർത്തുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പണ്ട് ജിന്നെ ഒറ്റിക്കൊടുത്ത പോലെ ഒന്നും കൂടി ഒറ്റിക്കൊടുക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോക്കോൾഡ് സെക്കുലർ പാർട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇവർക്ക് വോട്ടുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞല്ലോ. നമ്മളൊക്കെ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളൊക്കെ ഈ സജീവ രാഷ്ട്രീയം വിട്ടത്. കാരണം നമുക്കൊന്നൊരു 10 വോട്ട് കൃത്യമായി കാണിക്കാൻ പറ്റും. ഇവർക്ക് കൃത്യമായിട്ട് SDPIക്കും ജമാഅത്ത് ഇസ്ലാമി കൃത്യമായിട്ട് സലഫികൾക്കും കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ട ഇലക്ഷന് ജയിക്കുകയും വോട്ടുമാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ വെളിയിൽ മതേതരത്വം പറയുകയും
അറിഞ്ഞുകൊണ്ട് തന്നെ വെളിയിൽ മതേതരത്വം പറയുകയും ഈ രാഷ്ട്രീയ ഇസ്ലാമിനൊപ്പം കൂടുകയും ചെയ്യുന്നു. അതാണല്ലോ ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗത്തും കണ്ടത്. നമുക്കതിൽ LDFനെ മാറ്റി നിർത്താനും പറ്റുകയില്ല. LDF പലതവണ തരാതരം പോലെ ഈ പിന്തുണ നേടിയിട്ടുമുണ്ട്. ഇതല്ലേ ശരിക്കും പറഞ്ഞ യാഥാർത്ഥ്യം ശ്രീ ഫക്രുദ്ദീൻ? അല്ലെ LDF എടുത്തില്ലെങ്കിൽ UDF എടുക്കും. അതിന്റെ മെച്ചം UDFന് കിട്ടും, മെച്ചം UDFന് കിട്ടും. UDF എടുത്തില്ല LDF എടുക്കും, അതിന്റെ മെച്ചം LDFന് കിട്ടും. ഈ ഒരു വല്ലാത്തൊരു ഡെഡ് ലോക്കാണ്. ഈ ഡെഡ് ലോക്ക് നന്നായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കടക്ക് പുറത്ത് നിന്ന് ഇവരോട് പറയാനുള്ള, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പറയണം. അങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്ക് രണ്ടുപേർക്കുള്ള സോക്കോട് നമ്മൾ ഇന്നത്തുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങനെ പറയാനുള്ള ധൈര്യം ഒരു കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് പ്രശ്നം വരാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ സെക്യുലർ പാർട്ടികളുടെ സ്ഥാനത്തേക്ക് ഒരു ഭാഗത്ത് RSS BJP കയറുകയും മറുഭാഗത്ത് ഈ ഒരു ഇസ്ലാമിക് ബ്രദർഹുഡൊക്കെ ആയിട്ട് അല്ല ഹമാസൊക്കെ ആയിട്ട് ബന്ധമുള്ള, അതൊരു നാഭിനാള ബന്ധമുള്ള ഒരു ഇസ്ലാമിക പാർട്ടി വരികയും അങ്ങനെ അതിഭീകരമായ ഒരു കമ്മ്യൂണൽ കൺസോൾട്ടേഷനിലേക്ക് ഭാവിയിൽ പോവുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു കാര്യം. നിലവിലെ അവസ്ഥയിൽ ഷോൺ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ ഇസ്ലാം ഞങ്ങൾ തുറന്നു കാട്ടും, BJP തുറന്നു കാട്ടും എന്ന് പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിടും. അത് LDFും UDFും ലക്ഷ്യമിടും. ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം ഇലമെന്റുകൾ ഉണ്ടാവുകയും അവരുമായി കൂട്ടുകൂടേണ്ടി വരികയും ചെയ്യും. അപ്പോൾ BJP ഗുണമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് ഗുണമുണ്ടാക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ഈ സമീപകാലത്തെല്ലാം പാലക്കാട് ഉൾപ്പെടെ കണ്ടതും അത് തന്നെയാണല്ലോ. ഒരു പരിധി വരെ അല്ല ഈ സെക്യുലർ പാർട്ടികൾ ഇവിടെ ഈ സെക്യുലർ പാർട്ടികൾ നിങ്ങൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. സെക്യുലർ പാർട്ടികൾ നിൽക്കുന്ന വലിയ ഹിന്ദുക്കൾ സെക്യുലർ ആയതുകൊണ്ടാണ്. നിങ്ങൾ സെക്യുലർ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒന്ന് CPM ആണ്. CPMൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. വേറെ കോൺഗ്രസ് നിങ്ങൾ എടുത്തു നോക്കൂ, ഹിന്ദുക്കളും പ്ലസ് ക്രിസ്ത്യൻസും ആണ് കൂടുതലായിട്ടുള്ളത്. അത് കേരള കോൺഗ്രസ് ഉള്ളതാണ്. ക്രിസ്ത്യൻസ് കുറച്ച് അവരുടെ കൂടെയാണ്, പ്രധാനമായി ഹിന്ദുക്കളാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതി ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇസ്ലാമിക് നാഷൻഹുഡ് മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങളുമായി സെക്യുലർ പാർട്ടികൾ അടുത്ത് ഇടപഴകും. എന്താണ് അപ്പുറത്ത് സംഭവിക്കുന്നത്? ഈ സെക്യുലറായ ഹിന്ദുക്കളുടെ അടുത്ത തലമുറ അവർ സെക്യുലർ അല്ലാതായി മാറുകയും അവർ ഹിന്ദുത്വവാദികളായി മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കളിക്കുന്ന ഈ സെക്യുലർ സ്പേസ് അങ്ങ് ഇല്ലാതായി പോകും. ആ സെക്യുലർ സ്പേസ് ഇല്ലാതായി പോകുമ്പോൾ ഇവിടെ ആർക്കാണ് നഷ്ടം? ഇവിടെ ഹിന്ദുവിന് കാര്യമായിട്ട് വലിയ നഷ്ടമൊന്നുമില്ല. ഇത് ഹിന്ദുവിൻ്റെ രാജ്യമാണ്. മറ്റേ ഹിന്ദു ലോകത്ത് ആക്സെപ്റ്റഡും ആണ്. ഹിന്ദു അങ്ങനെ വലിയ പ്രശ്നക്കാരനല്ലോ. ഹിന്ദു ലോകത്ത് എല്ലായിടത്തും ആക്സെപ്റ്റഡ് ആണ്. പക്ഷെ അതുപോലല്ല ഞമ്മൻ്റെ ആളുകളുടെ കാര്യം. അതവർ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിചാരിച്ചിരുന്നു ജിന്നെ രക്ഷപ്പെടുത്തുമെന്ന്. അതേ മണ്ടത്തരാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ B ജയരാജ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞാണോ ഇപ്പോൾ LDF, അതോ കിട്ടാത്തത് കൊണ്ടാണോ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്ക് വേണ്ടി അധികം കഷ്ടപ്പെടാതിരുന്നത്? അതുകൊണ്ടാണ് ഞാൻ ലോക സാഹചര്യം പറഞ്ഞത്. എവിടെയെല്ലാം റാഡിക്കൽ മുസ്ലിമുമായിട്ട് ഇസ്ലാമുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടോ അവിടെയെല്ലാം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അത് ഇറാനിന്റെ കാര്യം എടുത്താലും ഇന്തോനേഷ്യയിലെ കാര്യം എടുത്താലും മലേഷ്യയിലെ കാര്യം എടുത്താലും എവിടെയെല്ലാം ഉണ്ടായിരുന്നു അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ കൊന്നൊടുക്കിയത് ഇന്തോനേഷ്യയിലൊക്കെ കൂട്ടക്കൊള്ള ഞാൻ ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ കടൽ തീരം വരെ തിരമാലകൾ വരെ ചുവന്നെന്നാണ് പറയുന്നത്. 25,000 പേരെയാണ് അവിടെ കൂട്ടക്കൊല ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അറിയാവുന്ന പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന ആളുകളും സെൻട്രൽ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകളും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകളും ആത്മഹത്യാപരമായിട്ടുള്ള ഒരു സമീപനം എടുക്കില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. പിന്നെ പ്രാദേശികമായ ആരെങ്കിലും പിന്തുണ വാങ്ങിച്ചിട്ടുണ്ടോ നമ്മൾ ഇഴകേറി പരിശോധിച്ചാൽ ചിലപ്പോൾ 1-2 പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാദേശിക, പക്ഷെ എന്റെ അറിവിൽ ഈ പറഞ്ഞ VD സതീശൻ പത്രസമ്മേളനത്തിൽ കാണിച്ച പത്തനംതിട്ട ജില്ലയിലെ കള്ളത്തരമാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിലെ അതും കള്ളത്തരമാണ്. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇഴകേറി പരിശോധിച്ചാൽ ഓരോന്ന് പൊളിയാവുന്നതേ ഉള്ളൂ. പിന്നെ ശ്രീകുമാർ സാറിന് വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു. മാധ്യമങ്ങളുടെ പിന്തുണയോടെ മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പം. അപ്പൊ അവിടെ പുരോഗമന കലാസാഹിത്യ സംഘം ഉണ്ടാവുന്നതും ബാലസംഘം ഉണ്ടാവുന്നതും DYFI ഉണ്ടാവുന്നതും SFI ഒക്കെ ഉണ്ടാവുന്നതും അദ്ദേഹത്തിന് ആലോചിക്കപ്പെടുത്തുന്നുണ്ടാവും. അത് സ്വാഭാവികം മാത്രം. അതിന് അസൂയ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സംഘടനാ ശേഷി കുറവെന്നാണ് പറയുന്നത്. അവർ നോക്കുന്നത് എന്താണ്? ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലൊരു ഇത് ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പോട് കൂടി ആ ഒരു പ്രതീക്ഷയും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് അങ്കലാപ്പിലാണ് ആകെപ്പാടെ. ഇനി ഒരു തുടർഭരണം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് അവർ ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ജൽപ്പനങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ശരി പിന്നെ ശരി ഡോക്ടർ ബി സെക്യുലർ ജയരാജ്. ശ്രീ ഫാബ്രിക്കിനെ ഷോൺ ജോർജ്, എൻ ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDP-യോടുള്ള നിലപാട് എന്തായിരുന്നുവോ കോൺഗ്രസിനും UDF-നും ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ്. അതായത് അവരുടെ പിന്തുണ വേണ്ട എന്ന് 2024 തീരുമാനമെടുത്തു, പിന്തുണ വേണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എതിർക്കുന്ന കക്ഷി എന്ന നിലയിൽ ഈ വോട്ടുകൾ, ഈ റാഡിക്കൽ വോട്ടുകൾ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ പുറകിലേക്ക് അണിനിരക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പിണറായി വിജയനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അത് ഇപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പോൾ അലി സാർ പറഞ്ഞ പോലെ, ഇത് മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ഇവിടെ ഒരു ഭീതി ജനിപ്പിക്കുന്നു. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഈ ഭീതി ഉണ്ടായിരുന്നു. ആ ഭീതി മാറി. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ ഒട്ടാകെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിലേക്ക് മോഡി എന്ന് പറയുന്ന ഒരു ഭീകരൻ, അതാണ് ഇവർ പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷമായി മോഡി ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്ത് ദ്രോഹമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇവർക്കെതിരെ ഉണ്ടായതെന്ന് ഇവരൊന്ന് ചിന്തിച്ചാൽ, ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ. ഞാൻ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊള്ളട്ടെ, നമ്മുടെ ചുറ്റുവട്ടമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്ന് എടുത്ത് പരിശോധിക്കുക. പാകിസ്ഥാനാകട്ടെ, ബംഗ്ലാദേശ് ആകട്ടെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ജിന്നയുടെ പാകിസ്ഥാനിലേക്കൊന്ന് നോക്കണം. അവിടെയാണോ അതോ മോഡി ഭരിക്കുന്ന ഇന്ത്യയിലാണോ ഇസ്ലാം സഹോദരങ്ങൾ സമാധാനമായി ജീവിക്കുന്നതെന്ന് അവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇവിടെ കാലാകാലങ്ങളായി ഈ ഭീതി ജനിപ്പിച്ചുകൊണ്ട് പക്ഷേ BJP-യുടെ തുടർ ഭരണങ്ങൾ ഒരു പക്ഷേ ഇവർക്ക് വലിയ സഹായമാകുന്നു എന്ന് വിലയിരുത്തുന്ന എൻ്റെ ഒരു രാഷ്ട്രീയ ചിന്താഗതി അനുസരിച്ച് ഇത്തരം ഗ്രൂപ്പുകൾക്ക്, പ്രത്യേകിച്ചും രാജ്യവിരുദ്ധ ഈ ഗ്രൂപ്പുകൾക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ, ഒരു കാലത്ത് നമുക്കറിയാം പാണക്കാട് ഹൈദരലി സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നൊരു കാലം നമുക്കറിയാം. ആ സംഘടനയ്ക്ക് മുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിന് പാർട്ടിക്കപ്പുറത്തേക്ക് സമുദായം വില നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അപ്പാടെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ശരിക്കും മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിൻ്റെ വേരോട് തകർത്ത് കളഞ്ഞിരിക്കും. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് ഇവരുടെ വോട്ട് വേണ്ട എന്ന് നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്? രഹസ്യമായി ഒളിച്ചും പാത്തും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവരുമായി ചർച്ച ചെയ്യേണ്ട ഗതികളുണ്ടാകുന്നത് ഇത് ലീഗിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. മുസ്ലിം ലീഗിന് ഇന്ന് മലബാറിലെ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KT ജലീൽ നല്ല ഒരു ഇത് പറഞ്ഞ്, നിങ്ങൾ ഒരു മതവിധി നടത്തണം, സ്വർണ്ണക്കടത്ത് തെറ്റാന്നുള്ള മതവിധി പാണക്കാട്ട് തങ്ങൾ നടത്തണം. സ്വർണ്ണക്കടത്ത് തെറ്റാന്നുള്ള ആ മതവിധി നടത്താൻ പോലും അദ്ദേഹത്തിന് പേടിയായിരിക്കുന്നു. അത് ജലീൽ വെച്ചൊരു പാരയാണ്. എങ്കിൽ പോലും അത് നടത്താൻ അവർക്ക് ഭയമായിരിക്കുന്നു. മാത്രമല്ല, നമുക്ക് ഈ മുസ്ലിം ലീഗിനെ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന് മതസ്വഭാവമില്ല. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട SNDP-യുടെ ജനറൽ സെക്രട്ടറി ഒന്ന് തുറന്നു പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടന തന്നെയാണ്. കാരണം ഇന്നിരിക്കുന്ന ഇപ്പോൾ മുസ്ലിമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സാദിഖ് അലി തങ്ങൾ ഹാഗിയ സോഫിയ മരിച്ചപ്പോൾ, ഹാഗിയ സോഫിയ വീണ്ടും മോസ്കായി കൺവേർട്ട് ചെയ്തപ്പോൾ ലേഖനമെഴുതി, എന്നാണ് നൂറ്റാണ്ടിൻ്റെ സായുജ്യം എന്ന് പറഞ്ഞ് ലേഖനമെഴുതിയ ആളെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതാവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്? അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്, അദ്ദേഹം ഒരു വർഗീയ നേതാവ് തന്നെയാണ്. അപ്പം ഇവിടെ അതാത് സമയത്ത് ഇവിടെ വേറെ ആരെന്തു പറഞ്ഞാലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത്, ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ കാര്യം തന്നെ എടുത്തു. വഖഫ് ആക്റ്റുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇസ്ലാം സഹോദരങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം ആവശ്യപ്പെടുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 1-2 മാസക്കാലമായി കൃത്യമായി മുനമ്പം സമരത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ, എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്നെടുത്ത് നിങ്ങൾ നോക്കണം, ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദിയെ ചിത്രീകരിക്കപ്പെട്ട ഞാൻ ഈ നിമിഷം വരെയും ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കല്ല എതിരെ അല്ലാതെ അന്തസ്സായിട്ട് 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം സഹോദരനെതിരെയും ഒരു വാക്കും പറഞ്ഞിട്ടുള്ള ആളല്ല ഞാൻ. നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നെടുത്ത് നോക്കി, ചീത്തവിളിയോട് ചീത്തവിളിയാണ്. ഞാൻ എന്ത് വർഗീയതയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ നാട്ടിലെ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണണമെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും ആഗ്രഹമുള്ള മനുഷ്യനാണ്. പക്ഷേ ഇവിടെ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ആരെങ്കിലും പറയണം. ഒരു കാലത്ത് അത് പറയുന്നൊരു സംഘടനയായിരുന്നു ഇടതുപക്ഷം. അവർക്കത് പറയാൻ കഴിയുന്നില്ല. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് അത് പറയാൻ കഴിയുന്നില്ല. കോൺഗ്രസ് പറയാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവരെ കൂടെ കൂട്ടുന്നു. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ മാത്രം മുസ്ലിം വോട്ടിൻ്റെ എണ്ണം 44,000ആണ്. ആ വോട്ടൊന്ന് മാറ്റിവെച്ചാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ട് എത്രയാ? ശരിക്കും 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്താണ് രാഹുൽ മാങ്കൂട്ടം. നിങ്ങൾക്ക്
അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടൻ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞാൽ തെറ്റില്ല. രാഹുൽ മാങ്കൂട്ടം SDPക്കാരുടെ തോളെ കൈയിട്ട് തന്നെ തെറ്റില്ല. കാരണം അയാൾ ചെയ്തത് ഇവരില്ലായിരുന്നെങ്കിൽ അയാൾ ഉണ്ടാകുമായിരുന്നില്ല. UDF ഇപ്പോൾ അഭിമാനിക്കാത്തക്ക ഒരു വിജയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന VD സതീശൻ ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവരുമായി ഇടപാട് നടത്തുന്നതിനും ഇവരുമായി കച്ചവടം നടത്തുന്നതിനും മുമ്പിൽ അങ്ങോട്ട് ദേശീയ തലത്തിലുള്ള കച്ചവടമാണിത്. ലോക്സഭ ഇലക്ഷനിൽ തന്നെ സംഭവിച്ചത്. അപ്പം ലോക്സഭ ഇലക്ഷൻ ഇവർക്ക് വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇവർക്കല്ലാതെ ആർക്ക് വോട്ട് കൊടുക്കും? ഈ SDPയും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസിനല്ലാതെ BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒറ്റ ലക്ഷ്യമായി പോകുന്ന ഈ സംഘടനകൾക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തുള്ളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിനല്ലേ ഞങ്ങൾ വോട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഈ മുസ്ലിം ലീഗിലേക്ക് SDPയുടെ കടന്നുകയറ്റം ഈ ഒരു സാഹചര്യത്തിൽ, അത് മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കൾ പോലും SDPയുടെ പിന്തുണയ്ക്ക് വേണ്ടി വാതിൽ മുട്ടിയിട്ടുള്ളതാണ്. മുൻപ് ചർച്ച നടത്തിയിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറയാൻ കഴിയില്ല. 2024 അങ്ങനെ പറഞ്ഞു, ശരി, അത് പാർട്ടിയിൽ പോലും വലിയ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ്. പലതവണ ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നതും. പക്ഷേ പാലക്കാട് നിങ്ങൾക്കത് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം അവിടുത്തെ സാമുദായിക ഘടനയും അങ്ങനെ തന്നെയായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ BJPയുമായി ഒരു സഖ്യമുണ്ടാക്കുകയും BJP അവിടെ ജയിക്കുമെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ മുസ്ലിം പാർട്ടികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സ്വാഭാവികമല്ലേ മഞ്ജുഷേ? അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണ്, പിൻവാതിലാണെന്നൊന്നും പറയുന്നത് യാതൊരു അർത്ഥമില്ല. BJP പാലക്കാട് BJP 2ാം സ്ഥാനത്താണ്, CPM 3ാം സ്ഥാനത്താണ്. CPM BJP ഡീൽ എന്ന് പറയുകയും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയും രണ്ട് BJPയും CPMും VD സതീശനെയും ഷാഫി പറമ്പലിനെയും ആക്രമിക്കുകയും രാഷ്ട്രീയമായി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മുസ്ലിം സംഘടനകൾ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതും SDPയുടെ പിന്തുണയും PDPയുടെ പിന്തുണയും ജമാഅത്ത് പിന്തുണയും കൂട്ടിക്കെട്ടുന്ന അർത്ഥമില്ല. ഞാൻ ശരിക്കും ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് മാത്രം എടുക്കാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആ ഒരു നിലപാട് വ്യതിയാനം കാണിക്കാൻ അവിടെ 2 പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ, സുപ്രഭാതത്തിന് സിറാജിലും. അത് മുസ്ലിം പത്രങ്ങളാണോ? എന്തുകൊണ്ട് അതിൽ പരസ്യം കൊടുത്തു? CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, മതേതര ചിന്താഗതിയുള്ളവരല്ലേ? എന്താ സ്വന്തം പാർട്ടി പത്രത്തിൽ കൊടുക്കാതെ ഇങ്ങനെ ചെയ്തത്? അതിൽ തന്നെ കള്ളത്തരം ഒന്ന്. രണ്ടാമത്തെ പിന്നൊരു കാര്യം എന്താണ്, ഈ വഖഫിന്റെ നിയമനം സംബന്ധിച്ച് ഒരു ഇതുണ്ടായിരുന്നു PSCക്ക് ഇവിടുന്ന് സംബന്ധിച്ച്. അസംബ്ലിയിൽ അത് വലിയ പ്രശ്നമായി. ലീഗാണ് എതിർത്തത്. പക്ഷെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സമസ്ത പറഞ്ഞത് കൊണ്ടാണ്. എന്തിനാ അവിടെ സമസ്തയെ കൊണ്ടുവന്ന മുഖ്യമന്ത്രി? അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ത് നിലപാടാണ്? ഇനി അതൊക്കെ പോട്ടെ, നമ്മളുടെ ഈ അടുത്ത കാലത്തല്ല, കഴിഞ്ഞ 90 തൊട്ട് CPM എടുക്കുന്ന നിലപാടുകൾ അവർ മനഃപൂർവ്വമായി ബന്ധപ്പെട്ടിട്ട് TK ഹംസയെ കോൺഗ്രസിന് കൊണ്ടുവന്നില്ലേ? KPCC എക്സിക്യൂട്ടീവ് അംഗമായ അബ്ദുറഹ്മാനെ കൊണ്ടുവന്നു, ഇപ്പൊ മന്ത്രിയായ അക്ബറുമാൻ കൊണ്ടുവന്നില്ലേ? KT ജലീലിനെ ലീഗിന് കൊണ്ടുവന്നില്ലേ? അൻവറെ കോൺഗ്രസിന് കൊണ്ടുവന്നില്ലേ? ഇതിന്റെ അർത്ഥം എന്തായിരുന്നു? ഇതൊക്കെ ശരിയാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ? ഞങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ജനാധിപത്യ വിരുദ്ധവും വർഗീയതയുമായി മാറുന്നത് എന്ന് UDF ചോദിക്കും. ശരിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തിയത് ശ്രീ ഫക്രുദ്ദീൻ അലിയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയേ LDFനും UDFനും ഇവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് അവിടെ BJPക്ക് വളരുവാനുള്ള മണ്ണ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. നിങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിലെ വിജയത്തിന് വേണ്ടി ഇത് ചെയ്യുകയാണ്. അല്ല മഞ്ജുഷേ, ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി BJPക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? മറ്റേ കാലിക്കറ്റ് VC ആയിരുന്നത്. കേരളത്തിന് പുറത്തുണ്ടായിരുന്നു ഇല്ലെന്നായിരുന്നു എന്റെ അറിവ്. ഉണ്ടായിരുന്നോ? അപ്പൊ എന്താ BJP അന്ന് അങ്ങനെ ഇവിടെ കേരളത്തിൽ ചെയ്യാൻ എന്താ കാരണം? ഇനി അതോടെ നിൽക്കട്ടെ. നമ്മുടെ ഷോൺ വക്കീലിന്റെ കാര്യം പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ കീഴിലാണ് മുസ്ലിങ്ങളെന്ന്. 2014 എല്ലാ കോൺഗ്രസ്സുകാരും ഈ ചാനൽ ചർച്ചകൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യമുണ്ട്. കോൺഗ്രസിന്റെ വക്താക്കള് 2014 ഇന്ത്യ ഉണ്ടായതെന്ന്. അതിനു മുമ്പ് ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞുകൂടിയത്? ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തരാതരം പോലെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടാണ് കേരളത്തിലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുമ്പോൾ അവരെടുക്കുന്ന നിലപാട് ശരിയെന്നും അതേ നിലപാട് കോൺഗ്രസ് എടുത്താല് തെറ്റെന്ന് പറയുന്ന ആ ഒരു സമീപനം, ആ ഒരു നിലപാടില്ലോ, അത് കുറച്ചു കാലമായിട്ട് ഇപ്പൊ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് ഇപ്പൊ സമസ്തയാണെങ്കിലും ഇപ്പൊ മുസ്ലിം ലീഗിനെയും അതുപോലെ സമസ്തയൊക്കെ എതിർപ്പ് പറയുന്ന പിണറായി വിജയൻ
എന്തുകൊണ്ടാണ് കാന്തപുരത്തെയും അതുപോലെ തന്നെ സമസ്തരെ ഒരു വിഭാഗത്തെയും കുറ്റം പറയാത്ത എന്തുകൊണ്ടാണ്? ശരിയാണ് ശ്രീ ആ ഫഖ്റുദ്ദീൻ അലി, വിഷയം- ഇത് തന്നെയാണ് ഇപ്പോൾ ശ്രീകുമാർ സാറിന്റെ വാക്കുകളും പറയുമ്പോൾ ഇത് തന്നെയാണ്. LDF-ന് അങ്ങനെ ചെയ്യാമല്ലോ, ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുവെന്ന്. ഈ ഒരു സ്വയം പ്രതിരോധമല്ലേ UDF-ന് നടത്താൻ കഴിയുകയുള്ളൂ ഇപ്പോൾ? അല്ല, അത് അങ്ങനെയാണ്. കാരണം ഇതൊരു UDF-നെ സംബന്ധിച്ചിടത്തോളം അത് ന്യൂ നോർമലാണ്. അവർ ഈ പ്രശ്നം അവർ നേടിയ 50s 60s-ലാണ്. എനിക്കൊന്ന് അന്ന് കുട്ടിമാളമ്മ തോന്നുന്നു, ഞാൻ വായിച്ച അനുസരിച്ച് അന്ന് KPCC പ്രസിഡന്റ്. ആ സമയത്താണ് ലീഗുമായിട്ട് സഹകരിച്ചു പോകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും അത് പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ പോവുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞത് നിലപാട് മാറ്റിയോടുകൂടി ലീഗ് ഒരു സെക്കുലർ പാർട്ടി എന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ടു. അതോടുകൂടിയിട്ട് ആ ഒരു പ്രശ്നം വലിയ പരിധി വരെ ന്യൂ നോർമൽ എന്ന രീതി ഇതിൻ്റെ ഭാഗമായിരുന്നു. അന്നും ഈ LDF ആണ് സത്യത്തിൽ LDF സംവിധാനം പിന്നെയാണ് വന്നത്. CPM CPI ഇവരാണ് ഇവരോട് ശക്തമായിട്ടുള്ള നിലപാട് എല്ലാത്തരം വർഗീയവാദികളോടും വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാമുദായിക ശക്തികളോട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു വില കൊടുക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇലക്ഷൻ വരുന്ന സമയത്ത് LDF അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ കാലഘട്ടം നമുക്കറിയാലോ, കുഴപ്പമില്ലാതെ ഭരിക്കുകയൊക്കെ ചെയ്യുക. ഇലക്ഷൻ വരുമ്പോൾ ഈ സാമുദായിക ശക്തികളെല്ലാം കൂടി ഒരുമിച്ച് UDF-നെ ജയിപ്പിക്കും. അപ്പം ഒരു കാലത്ത് CPM വിചാരിച്ച് അങ്ങനെ ജയിപ്പിക്കേണ്ട, അവർക്ക് പറ്റിയെങ്കിൽ നമുക്ക് പറ്റിയല്ലേ ഈ സെക്കുലേഴ്സത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ചുമതലയല്ലല്ലോ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടർക്ക് മത്സരിച്ചുകൊണ്ട് തള്ളിപ്പറയുകയും മത്സരിച്ചുകൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വൈരുദ്ധ്യാത്മക ബോധ്യവാദത്തിലേക്ക് രണ്ടു കൂട്ടരും പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോയിക്കോട്ടെ. പതുക്കെ ഇവരുടെ രണ്ടു കൂട്ടരും ഈ നിലമങ്ങ് ഇവിടെ ഇല്ലാതായി പോകും, അതാണ് പ്രശ്നം. വർഗീയവാദികൾ ഈ രണ്ട് സമുദായത്തിൻ്റെ ആളുകളെ പോക്കറ്റിലാക്കുകയും സ്വാഭാവികമായിട്ട് അതോടുകൂടി സെക്കുലർ പാർട്ടികൾക്ക് ഇവിടെ സ്പേസ് ഇല്ലാതായി. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ, സെക്കുലർ ആയിട്ടുള്ള ആളുകൾ, ഞങ്ങൾക്ക് എന്താ സെക്കുലറിസം നിലനിർത്താനുള്ള ബാധ്യത എന്താണ് അവർ ചിന്തിക്കും. ശ്രീകുമാരേട്ടൻ ചിന്തിക്കില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറപ്പെട്ട ആളുകളൊക്കെ ചിന്തിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ്, ശ്രീ ഫഖ്റുദ്ദീൻ അലി, ഡോക്ടർ B ജയരാജ്, ശ്രീ N ശ്രീകുമാർ പയൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാലക്കാട്ടെ UDF വിജയം പൊളിറ്റിക്കൽ ഇസ്ലാം സഹായിച്ചുവെന്ന് 51% പ്രേക്ഷകർ, ഇല്ല എന്ന് 46%. പയൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.